നമസ്കാരം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. നിയമസഭയിൽ മേനോൻ ആവർത്തിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ MLA സത്യപ്രതിജ്ഞയിൽ അച്ഛന്റെ മുഴുവൻ പേരും പറഞ്ഞാണ് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മേനോൻ എന്ന ചേർത്ത് സത്യവാചകം ചൊല്ലിയതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സവർണ ജാതിവാൽ ഉറക്കെ പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലിയതും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അംഗീകരിക്കപ്പെട്ട സെക്യുലാർ വരികളെ മറികടന്ന് വന്ദേ മാതരം ചൊല്ലിയതുമെല്ലാം മുൻ നിലപാടുകൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായും സുരക്ഷിതമായും പൂർത്തിയാക്കുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി CPM ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ യോഗങ്ങൾ ചേരും. പതിനാറാം കേരള നിയമസഭയിലെ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. കൊടുങ്ങല്ലൂർ MLA ആയി യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായും സുരക്ഷിതമായും പൂർത്തിയാക്കുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാലയങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. റവന്യൂ, വിദ്യാഭ്യാസം, മോട്ടോർ വാഹനം, തദ്ദേശ സ്വയംഭരണം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, DYSPമാർ, SHOമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള കർശന നടപടികൾ നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായി വിപുലമായ മാർഗനിർദ്ദേശങ്ങളാണ് തൃശൂർ റൂറൽ പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുട്ടികൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നത് തടയുക, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക എന്നിവയ്ക്കാണ് മുൻഗണന. മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പുമായി ചേർന്ന് സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധനകളും റെയ്ഡുകളും ശക്തമാക്കും. NDPS, കോട്ട്പ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സ്കൂൾ പരിസരങ്ങളിലെ അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകൾ മുറിച്ചുമാറ്റുക, വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അവ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സ്കൂൾ വാഹനങ്ങളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, സ്പീഡ് ഗവർണർ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്നിവ നിർബന്ധമാണ്. കൂടാതെ സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. ഈ വിവരങ്ങളും മറ്റും മോട്ടോർ വാഹന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സ്കൂൾ വാഹനങ്ങൾക്ക് ടെസ്റ്റഡ് OK സ്റ്റിക്കറുകൾ പതിക്കും. രാവിലെയും വൈകിട്ടും സ്കൂളുകളിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതുമായ സമയങ്ങളിൽ ടിപ്പർ ലോറികളുടെ സർവീസ് പൂർണ്ണമായും നിരോധിക്കാനും തീരുമാനമായി. കൊരട്ടി, അവണിശ്ശേരി, കോടശ്ശേരി, മാള, ഇടത്തിരുത്തി, വേളൂക്കര, പറപ്പൂക്കര, ഏങ്ങണ്ടിയൂർ, മതിലകം, വല്ലച്ചിറ, തൃക്കൂർ, ആളൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മറ്റ് ഭരണസമിതി അംഗങ്ങൾ, PWD വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ, റൂറൽ പരിധിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ SHOമാർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 100ഓളം പേർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി CPM ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി 2 ദിവസമായി ചേർന്ന യോഗം ഇന്നലെ സമാപിച്ചു. ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ യോഗങ്ങൾ ചേരും. ആദ്യ ദിനത്തിന് സമാനമായി 2ാം ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. വൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇരുവരും എത്രയും വേഗം പദവികൾ ഒഴിയണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചവർ സ്ഥാനങ്ങളിൽ തുടർന്ന് മുന്നോട്ടു പോയാൽ പാർട്ടി ഇനിയും ദുർബലമാകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. വ്യക്തികളല്ല, പ്രസ്ഥാനമാണ് വലുതെന്നും സ്വയം സ്ഥാനമൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ നേതൃത്വത്തെ തിരുത്തിക്കാൻ പാർട്ടിക്ക് കരുത്തുണ്ടെന്നും ചില അംഗങ്ങൾ തുറന്നടിച്ചു. നേതൃത്വത്തോടുള്ള ഭയം കാരണമാണ് 3ാം തുടർച്ച ഉണ്ടാകുമെന്ന് പല ജില്ലകളിൽ നിന്നും തെറ്റായ റിപ്പോർട്ടുകൾ പോയതെന്ന വിമർശനവും യോഗത്തിലുണ്ടായി.
എന്നാൽ തൃശൂർ ജില്ല നൽകിയ റിപ്പോർട്ട് കൃത്യമായിരുന്നു. അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ജില്ലയിലെ ഫലം വന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. അതേസമയം ആദ്യ ദിനത്തിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ നിർദ്ദേശിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾക്ക് യോഗങ്ങളിൽ ഔദ്യോഗിക മറുപടി ഉണ്ടായില്ല. ഈ ചർച്ചകളിലെ വിശദാംശങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ യോഗങ്ങൾ ചേരും. ഇതിൽ ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കും. ഏരിയ കമ്മിറ്റികളിലെ ചർച്ചകൾ കൂടി ക്രോഡീകരിച്ച ശേഷമാകും അന്തിമ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുക. മീഡിയ ടൈം, തൃശൂർ. 16ാം കേരള നിയമസഭയിലെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 9 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങിയത്. 12:30 വരെ ചടങ്ങുകൾ നീണ്ടു. പ്രോടൈം സ്പീക്കറായ G. സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അക്ഷരമാലാ ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. കൊടുങ്ങല്ലൂർ MLA-ആയി യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അഡ്വക്കേറ്റ് OJ ജനീഷ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മാള ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാള സെന്റ് ആന്റണീസ് സ്കൂളിൽ നടന്ന ശുചീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇതിൻ്റെ കൂടുതൽ നേതൃത്വപരമായുള്ള പങ്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത് വെച്ചാൽ നമ്മളുടെ വാർഡുകളിൽ, നമ്മുടെ 21 വാർഡുകളിലും ഇതിൻ്റെ പ്രവർത്തനം അഡ്വാൻസായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ 13ാം വാർഡിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ 4 വാർഡിനെ കേന്ദ്രീകരിച്ച് വലിയവർപ്പ് സെൻറ്ററിൽ നമ്മളുടെ സിമി മുബേഷിൻ്റെയും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻറ്റിൻ്റെയും വാർഡുകളിലും വലിയവർപ്പ് സെൻറ്റർ സ്കൂൾ കേന്ദ്രീകരിച്ച് നമ്മൾ അതിൻ്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങി അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട കടമ. വൈസ് പ്രസിഡന്റ് സിനി ബെന്നി വെമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജോഷി കാഞ്ഞുത്തറ, TK ജിനേഷ്, ജിജി ജോയ് മാതിരപ്പിള്ളി എന്നിവർ സംസാരിച്ചു. മാള പഞ്ചായത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുന്നു. ഇതിന്റെ ഭാഗമായാണ് സെന്റ് ആന്റണീസ് സ്കൂളിൽ ശുചീകരണം നടത്തിയത്. വാർത്തകൾ തുടരുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള ഇന്ദിരാഭവനിൽ ആചരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ UDF ചെയർമാൻ VA അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, സോയ് കോലഞ്ചേരി, AN സുഭാഷിതൻ, സെലിൻ ജെയിംസ്, ജിയോ കൊടിയൻ, ബിന്ദു റപ്പായി, VN ഷാജി, PB വിനീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് നഗരപാലിക ബില്ല് ഇന്ത്യയിൽ നിയമമാക്കുന്നതിന് മുൻകൈയെടുത്ത നേതൃത്വം കൊടുത്ത ശ്രീ രാജീവ് ഗാന്ധി വിദ്യാർത്ഥികൾക്ക്, അതായത് 18 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വോട്ടവകാശം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി എന്ന് വേണ്ട രാജ്യത്തിൻ്റെ വികസന രംഗത്ത് ഒട്ടനവധി വിപ്ലവാത്മകമായ പുരോഗമന നടപടികൾ നടപ്പിലാക്കിയ ശ്രീ രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ സേവനം രാജ്യത്തിന് പ്രതീക്ഷിച്ച മതയിൽ ലഭിച്ചില്ല എന്നുള്ള ഖേദകരമായ ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് EV സജീവ്, അയൂബ് മുസമ്മിൽ, സുലേഖ അബ്ദുള്ളക്കുട്ടി, KH അബ്ദുൽ നാസർ, AR രാംദാസ്, സാബു കണ്ടത്തിൽ, TJ ജോസഫ്, V മോഹൻദാസ്, VA നാസർ, സലീം അറയ്ക്കൽ, ജോർജ് തൊമ്മാന, മഹേഷ് ആലിങ്ങൽ എന്നിവർ സംസാരിച്ചു. പറഞ്ഞതുപോലെ വിശദമായ ഒരു പ്രസംഗത്തിനൊന്നും മുന്നിലില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഗാന്ധി ആരാണെന്ന്. അപ്പോൾ അദ്ദേഹം നമുക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ അവിടുത്തെ തമിഴ് വംശജര് അവർക്കൊരു പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും. എറിയാട് പഞ്ചായത്ത് 1-ാം വാർഡിൽ 2 പേർക്ക് നായയുടെ കടിയേറ്റു. വലിയ വീട്ടിൽ റഹീം മകൾ ഷിഫാന, പള്ളത്ത് ബഷീർ മകൻ സജിൽ എന്നിവർക്കാണ് കടിയേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇഞ്ചക്ഷൻ നൽകി. തെരുവിൽ നിന്ന് എടുത്തു വളർത്തിയ നായയാണ് ഇവരെ 2 പേരെയും കടിച്ചത്. കടിച്ച നായ വാഹനമിടിച്ച് ചത്തതായി പറയുന്നു. നായ ആദ്യം കടിച്ചത് ഷിഫാനയെയാണ്. സംഭവം അറിഞ്ഞ വാർഡ് മെമ്പർ സാറാബി ഉമർ ഉടൻ തന്നെ നായയുടെ ഉടമസ്ഥനെ വിളിച്ചു പറഞ്ഞെങ്കിലും അതിനിടയിൽ 2ാമത്തെ ആൾക്കും കടിയേറ്റിരുന്നു. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും നായകളെ അഴിച്ചിട്ട് വളർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മലയാള ചലച്ചിത്രവേദിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച് മലയാളത്തിലെ ആദ്യ AI സിനിമയായ വാഗ്ദത്ത ഭൂമി പുറത്തിറങ്ങുന്നു. ഇന്ത്യയിലെ ആദ്യ AI ആർട്ട് ഹൗസ് സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. പ്രശസ്ത സ്വതന്ത്ര ചലച്ചിത്രകാരനായ കൊടുങ്ങല്ലൂരിലെ സിദ്ദിഖ് പറവൂർ സംവിധാനം ചെയ്യുന്ന ചിത്രം മനുഷ്യബന്ധങ്ങൾ, കുടിയേറ്റം, പിതൃഭൂമിയോടുള്ള ആത്മബന്ധം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പനോരമ ഉൾപ്പെടെ നിരവധി ചലച്ചിത്രമേളകളിൽ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള സംവിധായകനായ സിദ്ദിഖ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മലയാള സിനിമയിൽ പുതിയ ദൃശ്യഭാഷ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകനായ സോളമനും ഭാര്യ ക്ലാരയും മകൻ സാമും തമ്മിലുള്ള മാനസിക സംഘർഷങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. തൊഴിൽ തേടി കാനഡയിലേക്ക് കുടിയേറിയ മകൻ പാരമ്പര്യ ഭൂമിയും തറവാടും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിലകൊള്ളുന്ന പിതാവിന്റെ വേദനയിലൂടെ പുതുതലമുറയുടെ കുടിയേറ്റ മനോഭാവവും ഗ്രാമീണ കേരളത്തിന്റെ മാറ്റങ്ങളും ചിത്രം അവതരിപ്പിക്കുന്നു. നിഴൽ വ്യാപാരികൾ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഷാജു വാലപ്പനാണ് നിർമ്മാതാവ്. ഇഹ്ലാസ് റഹ്മാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് മോഡൽ നൽകിയിരിക്കുന്നത് ഷാജു വാലപ്പൻ, ഡോക്ടർ അനശ്വര, സുരേഷ് നെല്ലിക്കോട്, നോയൽ ഷാജു വാലപ്പൻ, ജോസ് മാമ്പിള്ളി, നസീമ അറക്കൽ, റഷീദ് മുഹമ്മദ്, സിദ്ദിഖ് കാക്കു, ഷഹന ടീച്ചർ, പ്രസീൻ കെ പോണത്ത്, നൌഷാദ് സാഗ, ബക്കർ മാടവന, സിദ്ദിഖ് പറവൂർ എന്നിവരാണ്. സാമിന്റെ ഭാര്യയുടെ അപ്പച്ചനെ മുന്നിൽ നിർത്തിയാണ് അയാൾ ഈ ചതി നടത്തിയത്. എങ്ങനെയാണ് നിനക്ക് ഇവിടം വിട്ട് പോകാനാവുന്നത്? നിന്നോട് വിട ചൊല്ലാൻ എനിക്കാകില്ല. കാരണം ഞാൻ നിന്റെ ആത്മാവല്ലയോ. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായും സുരക്ഷിതമായും പൂർത്തിയാക്കുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ ചൊല്ലി CPM ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടെ യോഗങ്ങൾ ചേരും. പതിനാറാം കേരള നിയമസഭയിലെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. കൊടുങ്ങല്ലൂർ MLA-ആയി യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.